ഒന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ പൊസസീവ്നെസ്. ഒരു വിവാഹ ജീവിതത്തിന്റെ ആദ്യ കാലഘട്ടങ്ങൾ, എന്നോട് ഒരു ലേഡി ഒരു പ്രാവശ്യം സംസാരിച്ചു പറഞ്ഞു, വിവാഹ ജീവിതത്തിന്റെ ആദ്യ കാലഘട്ടത്ത് ഭയങ്കര ഓവർ പൊസസീവ്നെസ് ആയിരുന്നു, ഞാനത് ഭയങ്കരമായിട്ട് ആസ്വദിച്ചു എന്ന്. ശരിയാണ്, വിവാഹ ജീവിതത്തിന്റെ ആദ്യ കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ ഓവർ പൊസസീവ്നെസ് അതൊരു അഹങ്കാരമായിട്ട് മാറും. പിന്നീടാണ് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നത്. രണ്ടാമത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നിയന്ത്രണത്തിന്റെ കാലഘട്ടമാണ്. നിയന്ത്രണത്തിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറയുന്നവരുടെ ഫോണാണ് നീ സ്വീകരിക്കാൻ പോളൂ, ഞാൻ പറയുന്നവർക്കാണ് നീ ഫോൺ ചെയ്യാൻ പോളൂ, അവർക്ക് ഫോൺ ചെയ്യരുത്, ഇവർക്ക് ഫോൺ ചെയ്യരുത്, അവര് ശരിയല്ല, ഇവര് ശരിയല്ല, ഞാൻ പറയുന്ന ഡ്രസ്സാണ് ഇടാൻ പോളൂ, ഞാൻ പറയുന്നിടത്താണ് പോവാൻ പോളൂ, എന്റെ കൂടെയാണ് നീ യാത്ര ചെയ്യാൻ പോളൂ. ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ. അടുത്ത കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംശയത്തിന്റെ കാലഘട്ടം. അയൽവക്കത്തെ പയ്യൻ മഞ്ഞ ഷർട്ട് ഇട്ടു, നീ മഞ്ഞ നൈറ്റി ഇട്ടു, അപ്പൊ നിങ്ങൾ തമ്മില് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. നീ പറഞ്ഞിട്ടാണ് അവൻ ഇട്ടത്, അല്ലെങ്കിൽ അവൻ പറഞ്ഞിട്ടാണ് നീ ഇട്ടത്. പിന്നെ അവൻ നിന്നെ നോക്കി ചിരിച്ചു, അപ്പൊ അതിന്റെ അർത്ഥം നീയാണ് ആദ്യം അവനെ നോക്കി ചിരിച്ചേക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ പണ്ടേ അറിയുന്നവരാ, അല്ലെങ്കിൽ അവൻ നിന്നെ നോക്കി ചിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളിലൂടെയൊക്കെ ഇവര് കടന്നു പോകും. പിന്നീട് സംശയ രോഗമായിട്ട് മാറുമ്പോഴാണ് മർദ്ദനം, കൊലപാതകം, ആത്മഹത്യ ഇതിനകത്തേക്കൊക്കെ എത്തുന്നത്.